ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കലണ്ടറാണ്. നമ്മുടെ റീസണിങ്ങിലെ വളരെ സിമ്പിളായിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കലണ്ടർ. കലണ്ടറിനെ പറ്റി കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് കലണ്ടർ റിലേറ്റഡ് ടു ഇയർ, മന്ത്, ഡേ. ഓക്കെ, അപ്പോൾ ആദ്യം അതിന് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതിലൊന്ന്, ആദ്യം നമുക്ക് കലണ്ടർ എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് വർഷങ്ങളെ പറ്റിയാണ്. 2 types of years. ഓക്കെ, വൺ ഈസ് ലീപ്പ് ഇയർ, മറ്റൊന്ന് നോൺ ലീപ്പ് ഇയർ. ഓക്കെ, ഇങ്ങനെ 2 വർഷങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് 2 തരത്തിലുള്ള വർഷങ്ങളുണ്ട്, അതായത് ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയർ. നോൺ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡിനറി ഇയർ, നോർമൽ ഇയർ എന്നൊക്കെ വിളിക്കും. അതായത് 365 ഡേയ്സ് ഉള്ളതാണ് നമ്മുടെ നോർമൽ ഇയർ. എന്നാൽ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 366 ഡേയ്സ് ആണ്. അതെന്തിൻ്റെയാണ് നമുക്ക് റീസൺ നമുക്കറിയാം. ഫെബ്രുവരിയിൽ നോൺ ലീപ്പ് ഇയേഴ്സിലാണെങ്കിൽ ഫെബ്രുവരി 28 ഡേയ്സും ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഡേയ്സും ഉണ്ട്. അതായത് ടോട്ടൽ ഇവിടെ 365 ഡേയ്സും ഇവിടെ 366 ഡേയ്സും. ദാറ്റ് മീൻസ് 365 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 52 വീക്സ് പ്ലസ് 1 ഡേ ആണ്, അല്ലേ? അതായത് നമ്പർ ഓഫ് വീക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടോട്ടൽ ഡേയ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് വീക്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ 14 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് ആണ്. 15 ഡേയ്സ് എന്ന് പറഞ്ഞാലോ 40 ഡേയ്സ് അതിനകത്ത് 2 വീക്സ് മാറുമ്പോൾ ബാക്കി ഒരു 1 കൂടെ വരും, അല്ലേ? അപ്പോൾ 15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് പ്ലസ് 1 ഡേ. അതേപോലെ 365 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 52 വീക്സ് പ്ലസ് 1 ഡേ ആണ്. 366 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 52 വീക്സ് പ്ലസ് 2 ഡേയ്സ്. പിന്നെ എന്താണ് ഓഡ് ഡേയ്സ്? നമ്മുടെ കലണ്ടറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഓഡ് ഡേ എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ഓഡ് ഡേ? ഒരു ഗ്രൂപ്പ് ഓഫ് ഡേയ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ വീക്സിനെ മാറ്റിയിട്ട് ബാക്കി വരുന്ന റിമൈനിങ് ഡേയ്സിനെ വിളിക്കുന്ന പേരാണ് ഓഡ് ഡേയ്സ്. അതായത് 365 ഡേയ്സിൽ 52 വീക്സും ബാക്കി വരുന്ന ഒരു ഡേ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡ് ഡേ എന്ന് പറയും. അപ്പം എത്ര ഓഡ് ഡേ ഉണ്ട് നോർമൽ ഇയറിനകത്ത്? 1 ഓഡ് ഡേ. എന്നാൽ ലീപ്പ് ഇയറിലേക്ക് വരുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഫെബ്രുവരി നോർമൽ ഇയറിനകത്ത് 28 ഡേയ്സ് ആണെന്നും ഫെബ്രുവരി 29 ഡേയ്സ് ആണെന്നൊക്കെ നമുക്കറിയാം. ദെൻ വളരെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആണ്, ജനുവരി 1 ഏതാണോ ആ സെയിം ഡേ ആയിരിക്കും ഡിസംബർ 31 ഏത് വർഷത്തിൽ? നോൺ ലീപ്പ് ഇയർ അല്ലെങ്കിൽ നോർമൽ ഇയർ. നമ്മുടെ സാധാ വർഷങ്ങളിൽ അല്ലെങ്കിൽ നോർമൽ ഇയറിനകത്ത് ജനുവരി 1 ഇപ്പോൾ മൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്തായിരിക്കും? മൺഡേ തന്നെ ആയിരിക്കും. എന്നാൽ നമ്മുടെ ലീപ്പ് ഇയറിലേക്ക് വരുമ്പോൾ ജനുവരി 1 ഏത് ദിവസമാണോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഡിസംബർ 31. മനസ്സിലായോ? അതായത് ഇപ്പോൾ ജനുവരി 1 മൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയ ട്യൂസ്ഡേ ആയിരിക്കും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ 2 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കാറ്റഗറി. അപ്പം പ്രധാനമായിട്ടും എന്തൊക്കെയാ? 2 തരം വർഷങ്ങളുണ്ട്. എന്തൊക്കെയാ 2 തരം വർഷങ്ങൾ? ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയറും. നോൺ ലീപ്പ് ഇയറിനാണ് നമ്മൾ നോർമൽ ഇയർ അല്ലെങ്കിൽ ഓർഡിനറി ഇയർ എന്നൊക്കെ പറയും, അല്ലേ? 365 ഡേയ്സ് ഉണ്ട് ഓർഡിനറിയിൽ. ലീപ്പ് ഇയറിലാണെങ്കിൽ 366 ഡേയ്സ് ഉണ്ട്. ഇനി എത്ര വീക്സ് ആണ് അതിനകത്ത്? ഒരു 365 ഡേയ്സിനകത്ത് എത്ര വീക്സ് ആണ്? 52 വീക്സ് പ്ലസ് 1 ഡേ. ആ 1 ഡേ നമ്മൾ ഓഡ് ഡേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബാക്കി എത്ര? 1 ഓഡ് ഡേ. ഇവിടെ ആണെങ്കിൽ 52 വീക്സ് പ്ലസ് 2 ഡേയ്സ്. അതുകൊണ്ട് തന്നെ എത്ര ഓഡ് ഡേയ്സ്? 2 ഓഡ് ഡേയ്സ്. ദെൻ ഫെബ്രുവരി 28 ഡേയ്സ് ആണ് ഏതിൽ? ഓർഡിനറി ഇയറിനകത്ത്. ഇതിനകത്തോ 29 ഡേയ്സ് ഉണ്ട്. 28 കൂടെ ഒരു 8 ഡേയും കൂടെ എക്സ്ട്രാ ഉണ്ട്. ദെൻ ജനുവരി 1 എന്താണോ അതായിരിക്കും ഡിസംബർ 31 ഏതിനകത്ത്? ഏതിലാ? നമ്മുടെ നോർമൽ ഇയറിനകത്ത്. എന്നാൽ ലീപ്പ് ഇയറിലേക്ക് വരുമ്പോൾ ജനുവരി 1 എന്താണോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും ഡിസംബർ 31. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ ഇയറിനെ പറ്റി പറഞ്ഞ പോലെ നമുക്കിനി മന്ത്സിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എത്ര മന്ത്സ് ആണോ ഒരു ഇയറിലുള്ളത്? 12 മന്ത്സ്. അതിപ്പോൾ ലീപ്പ് ഇയർ ആയാലും നോൺ ലീപ്പ് ഇയർ ആയാലും മന്ത്സിൻ്റെ എണ്ണത്തിലൊന്നും വ്യത്യാസമില്ല. 12 മന്ത്സ് ആണ്. അത് ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ചില മന്ത് 31 ഡേയ്സ്, ചിലത് 30 ഡേയ്സ്. എന്നാൽ ഫെബ്രുവരിയുടെ കേസിൽ 28 or 29 അതാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 31, 28, 29 ഒക്കെ ഡേറ്റ്സ് ഉണ്ട്. ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന ഈ തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഇയർ പറഞ്ഞപ്പോൾ പറഞ്ഞു. എങ്ങനെ ഓഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഡേയ്സിനെ ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 31 ആണെങ്കിൽ ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്കറിയാം 28 കഴിഞ്ഞ് ബാലൻസ് വരുന്ന റിമൈനിങ് 3. Therefore, number of odd days in a 31 days month is 3. ഇതൊക്കെ നമുക്ക് പല കാൽക്കുലേഷൻ നമുക്ക് വേണ്ട, അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്.
Then number of odd days in a 30 days month is equal to 2. Then number of odd days in February. February നമുക്കറിയാം ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ഡേയ്സും നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 28 ഡേയ്സുമാണ്. അപ്പോൾ 28 ഉള്ളപ്പോൾ ലീപ്പ് ഇയർ അല്ല ഓഡ് ഡേയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 0യും നോൺ ലീപ്പ് ഇയർ അല്ല ലീപ്പ് ഇയർ ആകുമ്പോൾ 1 ഓഡ് ഡേ 29 ഡേയ്സ് ആണല്ലോ ലീപ്പ് ഇയറിൽ. അപ്പോൾ 29 ഡേയ്സിലാണെങ്കിൽ 1 ഓഡ് ഡേയും 28 ഡേയ്സ് ആണെങ്കിൽ നമ്മുടെ ഓഡ് ഡേയ്സ് 0 ആയിരിക്കും. സോ അതൊന്ന് നമ്മുടെ മനസ്സിലിരിക്കണം. പിന്നെ ഇത് മനസ്സിലാക്കാനുള്ള ഇതില്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പം 30 ഡേയ്സ് ഉള്ളതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണമെന്നില്ല. ഫെബ്രുവരി നമുക്ക് നല്ല ധാരണയാണ്. എങ്കിലും 31 ഡേയ്സ് ഉള്ള പെട്ടെന്ന് അറിയാവുന്നത് നമുക്ക് ജനുവരി അറിയാം അല്ലേ, ഡിസംബർ 31 ആണ്, അങ്ങനെ എല്ലാം ഒരു വിധം അറിയണം. അതിനോട് പ്രധാന ഒരു കൺസെപ്റ്റ് നോക്കേ, അടുത്തടുത്ത 2 മാസങ്ങൾ, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 മാസങ്ങൾ 31 വരുന്നുണ്ട്. ഏതൊക്കെയാ? 31 വരുന്ന ഏതൊക്കെയാ? ജൂലൈ, ഓഗസ്റ്റ്. അത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തന്നെ അടുത്ത് വെച്ചിട്ട് ഇപ്പം ജൂലൈ ഓഗസ്റ്റ് 31 ആണെങ്കിൽ നമുക്കറിയാം സെപ്റ്റംബർ 30 ആയിരിക്കും, തൊട്ടടുത്തത് 31, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പം 12 മന്ത്സ് ആണ്, അതിൽ ഓഡ് ഡേയ്സ് 31 ഡേയ്സ് ഉള്ളതിന് എന്താണ് 31 ഡേയ്സ് ഉള്ളതിന് ഓഡ് ഡേയ്സ് 3യും 30 ഡേയ്സ് ഉള്ളതിന് 2ഉം, എന്നാൽ 28 ഉള്ള ഫെബ്രുവരിക്ക് 0യും 29 ഉള്ള ഫെബ്രുവരിക്ക് 1ഉമാണ് ഓഡ് ഡേ. ദെൻ പിന്നെ എത്ര മന്ത്സ് 31 ഡേയ്സ് ഉള്ള എത്ര മന്ത്സ് ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ നമ്പേഴ്സ് അല്ല, പക്ഷേ നമുക്ക് അതിനോട് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 30 ഡേയ്സ് ഉള്ള എത്ര മന്ത് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. 30 ഡേയ്സ്. പക്ഷേ 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 30 മാത്രമുള്ള കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ തെറ്റാണ്. ഓൺലി 30 ഡേ എന്ന് പറഞ്ഞാൽ മാത്രമേ 30 മാത്രമുള്ള കൗണ്ട് ചെയ്യാവൂ. എന്നാൽ ഹൗ മെനി മന്ത്സ് ഇൻ എ കലണ്ടർ ഹാവിങ് 30 ഡേയ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ 30യും 31 ഉള്ളത്, കാരണം 31ലും 30 ഉണ്ട്. അപ്പോൾ അതും കൂടെ കൗണ്ട് ചെയ്ത് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ 31 ഉള്ളതാണെങ്കിൽ 1, 31 ഉള്ളതാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 അല്ലേ, 7 മന്ത്സ് ആണ് എത്ര ദിവസം ഉള്ളത്? 31 ഡേയ്സ് ഉള്ളത്. ഇനി 30 ഡേയ്സ് മാത്രം ഉള്ളതാണെങ്കിൽ 30 ഉള്ളത് മാത്രം കൗണ്ട് ചെയ്തു 1, 2, 3, 4. എന്നാൽ ഒള്ളി എന്ന് പറഞ്ഞാൽ മാത്രമേ ഇങ്ങനെ 4 പറയാവൂ. ഹാവിങ് 30 ഡേയ്സ് എന്ന് ചോദിച്ചാൽ ഈ 7ഉം ഈ 4ഉം കൂടെ ആഡ് ചെയ്ത് പറയണം. അതായത് 11 മന്ത്സ് ആണ് 30 ഡേയ്സ് ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഒരു മന്തിലെ കുറേ സ്ട്രക്ചർ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. 7 വീക്സ്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു 31 ഡേയ്സ് ഉള്ളൊരു മന്തിൻ്റെ ഒരു കലണ്ടർ സ്ട്രക്ചറാണ് ഞാനിവിടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ബേസിക് കുറേ കണ്ടീഷൻസ് നമുക്കറിയാം. മൺഡേ, നെക്സ്റ്റ് ട്യൂസ്ഡേ, വെനസ്ഡേ കൗണ്ട് ചെയ്യാം. എന്നാൽ താഴേക്ക് നോക്കേ, ഒരു ട്യൂസ്ഡേ കഴിഞ്ഞാൽ അടുത്ത ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3 ഒരു വെനസ്ഡേ ആണെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ 3 + 7 ആയ 10 ആണ്. നെക്സ്റ്റ് വെനസ്ഡേ 10 + 7 ആയ 17 ആണ്. നെക്സ്റ്റ് വെനസ്ഡേ 17 + 7 ആയ 24 ആണ്. നെക്സ്റ്റ് വെനസ്ഡേ 24 + 7 ആയ 31 ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൺഡേ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മൺഡേ കാണാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റും 7 ആഡ് ചെയ്യുക. അതേപോലെ ബാക്കിലോട്ടും 7 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് പ്രീവിയസ് വെനസ്ഡേ അല്ലെങ്കിൽ പ്രീവിയസ് സൺഡേ ഒക്കെ പറയാൻ നമുക്ക് കഴിയും. ഇതൊരു മന്തിൻ്റെ സ്ട്രക്ചറാണ്. ഇനി ഈ മന്തിനകത്ത് മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കേ, നമ്മൾ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഫസ്റ്റ് അല്ലേ, ഏതൊരു മന്താണ്. അപ്പോൾ അതിൻ്റെ 1-ാം തീയതി മൺഡേ ആണ് അല്ലേ. ആ മൺഡേ നിങ്ങൾ നോക്കിയടെ, മൺഡേ എത്ര ടൈംസ് ഉണ്ട് ആ മാസത്തിൽ? 5 മൺഡേ ഉണ്ട്. 1, 2, 3, 4, 5. നെക്സ്റ്റ് 2 നോക്കേ, സെക്കൻഡ് ഡേറ്റ് നോക്കേ, ട്യൂസ്ഡേ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. വെനസ്ഡേ നോക്കിയാലും 5 ഉണ്ട് അല്ലേ. 1, 2, 3, 4, 5. ദാറ്റ് മീൻസ് ഇതൊരു മാസത്തിലെ ഒരു ജനറൽ കൺസെപ്റ്റാണ്. എന്താണ് കൺസെപ്റ്റ്? ഒരു 31 ഡേയ്സ് ഉള്ള ഒരു മാസത്തിലെ ഫസ്റ്റ് 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? 5 തവണ റിപ്പീറ്റ് ചെയ്യും. എന്നാൽ ഈ 31 ഒന്ന് മായിച്ചിട്ട് 30 ഉള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര എണ്ണം? ഫസ്റ്റും സെക്കൻഡും ഡേറ്റ്. ഇത് തന്നെ നമുക്ക് ലാസ്റ്റിൽ നിന്ന് നോക്കാം. 1, 2, 3 അവസാനം 29, 30, 31. ഇതെല്ലാം എത്ര പ്രാവശ്യം ഉണ്ടാകും? 5 തവണ ഉണ്ടാകും. ബാക്കി എല്ലാ ഡേറ്റും 4, 5, 6 ഡേറ്റ് ഒക്കെ 4 പ്രാവശ്യം. നോക്കേ, 4ലുള്ള എല്ലാം തേഴ്സ്ഡേ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണം. ഫ്രൈഡേ 4 ഉള്ളൂ, സാറ്റർഡേ 4 ഉള്ളൂ, സൺഡേ 4 ഉള്ളൂ. അപ്പം ഏതൊരു മാസം എടുത്താലും അതിൻ്റെ 1, 2 നമ്മൾ 31 ഉള്ളതാണെങ്കിൽ 1, 2, 3. 30 ആണെങ്കിൽ 1ഉം 2ഉം മാത്രം. ഫെബ്രുവരി ആണെങ്കിൽ അറിയാമല്ലോ, ഫെബ്രുവരി 28 ആണെങ്കിൽ എല്ലാം 4 ദിവസമേ കാണും.
എന്നാൽ 29 ഉള്ള ഫെബ്രുവരി ആണെങ്കിൽ ഒരാൾ 1-ാം തീയതിയിലുള്ള ഡേറ്റ് മാത്രം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 5 പ്രാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ പറയാം, ഇതിനെ ബേസ് ചെയ്യുന്നൊരു ചോദ്യം പറയാം. ഡിസംബർ 2 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഡിസംബർ 2 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണെങ്കിൽ ആ ഡിസംബറിൽ എത്ര സാറ്റർഡേ ഉണ്ട്? അപ്പോൾ നമുക്കറിയാം ഡിസംബർ 2. അപ്പം നമുക്ക് ഇത് തന്നെ എക്സാമ്പിൾ എടുക്കാമല്ലോ. ഇത് തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പക്ഷേ ഫ്രൈഡേ ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ഇവിടുത്തെ ഇപ്പോൾ ഫ്രൈഡേ 5 നോക്കേ അല്ലേ, 5 എന്നുള്ള ഫ്രൈഡേ ആണെങ്കിൽ എത്ര ഫ്രൈഡേ ഉണ്ട് അതിൽ? 5-ാം തീയതി എന്ന് പറഞ്ഞാൽ 4 ഉള്ളൂ, കാരണം ഡേറ്റ് 5-ൽ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പറഞ്ഞേക്കുന്നത് എന്താ? ഫ്രൈഡേ 2-ലാണ്. 2-ൽ വരുമ്പോൾ നമുക്കറിയാം 2-ലുള്ളതല്ല എത്ര പ്രാവശ്യം കാണും? 5 പ്രാവശ്യം. പക്ഷെ ചോദിക്കുന്നത് സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ 3-ലാണ് വരുന്നത്. ഫ്രൈഡേ കഴിഞ്ഞുള്ള ദിവസമല്ലേ സാറ്റർഡേ. അപ്പോൾ അത് എത്ര പ്രാവശ്യം കാണും? 5 കാണും. കാരണം ഇത് എത്ര ദിവസമുള്ള മാസങ്ങളായതുകൊണ്ട് 30 ആണെങ്കിൽ കാണത്തില്ല. കാരണം എന്താ? 30 ഉള്ള മാസത്തിൽ 1-ഉം 2-ലുള്ള ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് നോക്കിയാൽ 29, 30 ഉള്ളത് മാത്രമേ എത്ര തവണ? 5 ടൈംസ് ഉണ്ടാവും. ഓക്കെ, അതിന് നമുക്ക് ജസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ പറയാം. അപ്പോൾ ഇതൊരു മാസത്തെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള നോളജാണ്. മാസത്തിലെ ഡേറ്റുകൾ എങ്ങനെ, ഒരു മന്ത്, ഒരു മൺഡേ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മൺഡേ, ഒരു വെനസ്ഡേ നെക്സ്റ്റ് വെനസ്ഡേ, പിന്നെ എത്ര പ്രാവശ്യം ഉണ്ടാകും, എത്ര മൺഡേ ഉണ്ടാകാം ഒരു മാസത്തിൽ, എത്ര ട്യൂസ്ഡേ ഉണ്ടാകാം എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വർഷങ്ങളെ ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് പൊതുവേ നമുക്കറിയാവുന്ന ഒരു ധാരണയുണ്ട് ലീപ്പ് ഇയർ അല്ലേ. ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ഒരു 4 വർഷ ഗ്യാപ്പിൽ ഉണ്ടാകുന്നതാണ് എന്നാണ് അല്ലേ. 4 വർഷം കഴിയുമ്പോൾ അതായത് 4-ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ലീപ്പ് ഇയർ വരുന്നത്. എന്നാൽ ആ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യാസമായി ചില വർഷങ്ങൾക്കിടയിൽ അവരുടെ ഗ്യാപ്പ്, ലീപ്പ് ഇയറിൻ്റെ ഗ്യാപ്പ് 8 വർഷങ്ങൾ വരും. എന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് 4 വർഷ ഗ്യാപ്പ് എന്ന് പറയുന്നത്? നമ്മൾ ജീവിച്ചിരുന്ന കാലയളവിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടു പരിചയമുള്ളത് കൂടുതലും നമ്മളല്ലേ കണ്ടതെല്ലാം എപ്പോഴും ലീപ്പ് ഇയർ, എപ്പോഴും 4 ഇയർ ഗ്യാപ്പിലായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്കിടയിൽ ചില ലീപ്പ് ഇയേഴ്സിനിടയ്ക്ക് അവരുടെ ഗ്യാപ്പ് 8 വർഷം, അതായത് ഒരു വർഷം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തുടർച്ചയായ 4-ാമത്തെ വർഷം ലീപ്പ് ഇയർ ആകില്ല, പകരം 8-ാമത്തെ വർഷമാണ്. അത് ഞാനുള്ള എക്സാമ്പിൾ പറയാതിന് മുന്നേ ഒരു വർഷം എങ്ങനെ ലീപ്പ് ഇയർ ആണ് നോൺ ലീപ്പ് ഇയർ ആണെന്ന് തിരിച്ചറിയും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ അതിൽ സെഞ്ചുറീസ് എന്ന് പറയും. സെഞ്ചുറീസ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതി 2000 ഒരു സെഞ്ചുറിയാണ്. അതായത് 2 0-ൽ എൻഡ് ചെയ്യുന്ന എല്ലാ വർഷങ്ങളും അല്ലെങ്കിൽ 100-ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും സെഞ്ചുറീസ് ആണ്. അപ്പോൾ 2000 ഒരു സെഞ്ചുറിയാണ്, 1900 ഒരു സെഞ്ചുറിയാണ്, 1600 സെഞ്ചുറിയാണ്, 1600, 1500, 1700 ഇതെല്ലാം സെഞ്ചുറിയാണ്. 2100 സെഞ്ചുറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം സെഞ്ചുറീസാണ്. അപ്പോൾ സെഞ്ചുറീസ് അല്ലാത്ത ഏതൊരു വർഷവും പ്രത്യേകം ഓർക്കുക, സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങൾ ലീപ്പ് ഇയർ ആകണമെങ്കിൽ അത് 4-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു വർഷം 4-ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ലീപ്പ് ഇയർ ആയിരിക്കും. എന്നാൽ 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതോ നോൺ ലീപ്പ് ഇയർ. ഓക്കെ, പക്ഷേ സെഞ്ചുറീസിൻ്റെ കേസ് വേറെയാണ്. ഞാനിപ്പോൾ പറയുന്നത് സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങളെ പറ്റി, അതായത് 2 0-ൽ എൻഡ് ചെയ്യാത്ത വർഷങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന ആദ്യത്തെ 5 ടൈപ്പ് വർഷങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. ഈ 2 സെഞ്ചുറിയാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന വർഷങ്ങൾ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് 4-ൻ്റെ മൾട്ടിപ്പിൾ ആകണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 1998 എടുക്കുക. 1998 ലീപ്പ് ഇയർ ആണോ എന്ന് അറിയണമെങ്കിൽ അത് 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയണം. ഒരു നമ്പർ, നമ്മൾ ഡിവിസിബിലിറ്റി ഓഫ് 4 എന്താണ് പറയുന്നത്? ഒരു നമ്പർ 4-ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഒന്നുകിൽ 2-ഉം 0 ആകണം, അല്ലെങ്കിൽ 4-ൻ്റെ മൾട്ടിപ്പിൾ ആകണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് നോക്കാം. 98 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ? എങ്ങനെ ചെക്ക് ചെയ്യും? 4-ൽ നമുക്കറിയാം 9-ൽ 8 അല്ലേ, ബാലൻസ് 1 വന്നാൽ 18 ആവും. അപ്പം 98 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതുകൊണ്ട് തന്നെ 1998 ഈസ് നോട്ട് എ ലീപ്പ് ഇയർ, നോൺ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ എന്താണ് കാരണം? അപ്പോൾ ഒരു വർഷം ലീപ്പ് ഇയർ ആണോ എന്ന് എങ്ങനെ അറിയും? അതിനെ ആ വർഷത്തെ 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഒന്നുകിൽ 2-ഉം 0 ആകണം, അല്ലെങ്കിൽ 4-ൻ്റെ മൾട്ടിപ്പിൾ ആകണം.
ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ 98 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 98 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 98ഉം 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതൊരു നോർമൽ ഇയർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതൊരു നോൺ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ അല്ല, നോൺ ലീപ്പ് ഇയർ. ദെൻ നമുക്ക് 2004 എടുക്കാം. 2004ലേക്ക് വരുമ്പോൾ 2004 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ലീപ്പ് ഇയർ ആണോ ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 04. 04 എന്ന് പറഞ്ഞാൽ 4 എന്ന് വായിക്കും. 4 is a multiple of 4. അതുകൊണ്ട് തന്നെ 2004 is a ലീപ്പ് ഇയർ. ഇതൊരു ലീപ്പ് ഇയർ ആണ്. ദെൻ അടുത്ത 2001ലേക്ക് വന്നാൽ 2001ലേക്ക് വരുമ്പോൾ 2001ലെ ലാസ്റ്റ് എൻഡിങ് എന്താണ്? 01. 01 എന്ന് പറഞ്ഞാൽ 1. 1 is not a multiple of 4. അതുകൊണ്ട് തന്നെ 2001 എന്തല്ല? ലീപ്പ് ഇയർ അല്ല. സോ ഇതും നോൺ ലീപ്പ് ഇയർ ആണ്. എന്നാൽ ഇവിടെ അതിന് എളുപ്പം ഒരു വഴിയുണ്ടല്ലോ, കൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്താണ്? ഓഡ് നമ്പറിൽ അവസാനിക്കുന്ന വർഷങ്ങളൊന്നും ലീപ്പ് ഇയർ ആയിരിക്കത്തില്ല. ഓഡ് നമ്പറിൽ അവസാനിക്കുന്ന വർഷങ്ങളൊന്നും ലീപ്പ് ഇയർ ആയിരിക്കത്തില്ല. അതെല്ലാം നോർമൽ ഇയർ. 2001 is a നോർമൽ ഇയർ. 2003 is a നോർമൽ ഇയർ. 2005 is a നോർമൽ ഇയർ. 1995 is a നോർമൽ ഇയർ. ഓക്കെ. ദെൻ അടുത്ത 1892ലേക്ക് പോവാം. 1892 നമുക്ക് ലാസ്റ്റ് ടു ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് 90 നോക്കി 12 വരുന്നുണ്ട്. ശരിയാണ്. 92 is a multiple of 4. അതുകൊണ്ട് തന്നെ 1892 is a multiple of 4. 1892 multiple of 4 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? ലീപ്പ് ഇയർ. ദെൻ അടുത്ത 1972 നോക്കാം. 72 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 4ൽ വന്നിട്ട് ബാലൻസ് 332. 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ 1972 is a multiple of 4. അതുകൊണ്ട് ഇദ്ദേഹം എന്താണ്? ലീപ്പ് ഇയർ ആണ്. ഓക്കെ. ദെൻ നമ്മൾ വർഷങ്ങളെ, അതായത് നോർമൽ എന്താണ് സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങളെ എങ്ങനെ തിരിച്ചറിയുമെന്ന് പഠിച്ചു. ദെൻ ഇനി സെഞ്ചുറീസ് ആയിട്ടുള്ള വർഷങ്ങൾ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ 2000 നേരത്തെ നമ്മൾ സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങളിൽ 4 കൊണ്ടാണെങ്കിൽ സെഞ്ചുറീസ് പോലുള്ള വർഷങ്ങളെ 4 കൊണ്ടല്ല 400 കൊണ്ട് വേണം ചെക്ക് ചെയ്യാൻ. അതായത് 2000 ആണെങ്കിൽ 2000നെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ നമുക്കറിയാം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 400. Therefore it is a leap year. 2000 ഒരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ. ദെൻ അടുത്ത 1900 എടുക്കുകയാണെങ്കിൽ ബൈ 1900 ബൈ 400. 00 ക്യാൻസൽ ആയി പോയിട്ട് ബാലൻസ് 19/4. നമുക്കറിയാം 19 is not divisible by 4. അതുകൊണ്ട് തന്നെ 1900 is not divisible by 400. That means it is a non-leap year. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സെഞ്ചുറീസ് ആയിട്ടുള്ള വർഷങ്ങളെ ലീപ്പ് ഇയർ ആണ് തിരിച്ചറിയുന്നത്. പ്രത്യേകം അപ്പം നോട്ടൊക്കെ എഴുതി പഠിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? സെഞ്ചുറീസിൻ്റെ കേസിൽ 400 കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ സെഞ്ചുറീസ് അല്ലാത്ത വർഷങ്ങളെ 4 കൊണ്ട്. 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോൺ സെഞ്ചുറീസ് ആയിട്ടുള്ള വർഷങ്ങളെല്ലാം ലീപ്പ് ഇയർ ആയിരിക്കും, അല്ലാത്തവ നോൺ ലീപ്പ് ഇയർ ആയിരിക്കും. ദെൻ സെഞ്ചുറീസ് എടുക്കുകയാണെങ്കിൽ 400ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെഞ്ചുറീസ് എല്ലാം ലീപ്പ് ഇയറും 400 മൾട്ടിപ്പിൾ അല്ലാത്ത സെഞ്ചുറീസ് എല്ലാം എന്താണ്? നോൺ ലീപ്പ് ഇയറുമാണ്. ഓക്കെ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? ലീപ്പ് ഇയർ ആണ് അല്ലേ? ഓക്കെ. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലീപ്പ് ഇയർ? ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ലീപ്പ് ഇയർ അല്ലാത്തത് നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് നോക്കേ, തന്നിരിക്കുന്ന എല്ലാം സെഞ്ചുറീസ് ആണ്. കാരണം 2 0 എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 100ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും സെഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഡിവൈഡ് ബൈ 400. നോക്കേ, ഇതിൽ 400 മൾട്ടിപ്പിൾസ് ആരൊക്കെയാ? 800, 1200, 2000. ഇത് മൂന്നും ആരുടെ മൾട്ടിപ്പിൾ ആണ്? 400ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എന്തായിരിക്കും? ലീപ്പ് ഇയർ ആയിരിക്കും. എന്നാൽ 700 is not a multiple of 400. Therefore it is a non leap year. ഇത് മാത്രമാണ് ഇതിലെ നോൺ ലീപ്പ് ഇയർ. സോ ഏതാണ് ഇതിൽ ലീപ്പ് ഇയർ അല്ലാത്തത്? 700. ബാക്കിയെല്ലാം ലീപ്പ് ഇയേഴ്സ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മാക്സിമം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 സക്സസീവ് ലീപ്പ് ഇയേഴ്സ്? അതായത് സക്സസീവ് എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള 2 ലീപ്പ് ഇയേഴ്സിനിടയ്ക്ക് വരാവുന്ന ഗ്യാപ്പ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരുന്ന കാലയളവിലെല്ലാം 4 വർഷ ഗ്യാപ്പിലെല്ലാം നമ്മൾ ലീപ്പ് ഇയറിനെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ധാരണയുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ശരിക്കും 4 വർഷമല്ല അതിൻ്റെ ഗ്യാപ്പ്, 8 ഇയേഴ്സ് ഗ്യാപ്പ് വരുന്ന ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 1896 അല്ലേ,
ഇതൊരു ലീപ്പ് ഇയർ ആണോ അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിച്ച കാലയളവ് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടുത്ത ലീപ്പ് ഇയർ 1900 ആണ് അല്ലേ. 1900 ലീപ്പ് ഇയർ അല്ല നേരത്തെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. 1896 ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും, ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 1896 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1896 ഇസ് എ ലീപ്പ് ഇയർ. അങ്ങനെയാണെങ്കിൽ അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് വരുന്ന വർഷം ഏതാ, 1900. എന്നാൽ 1900 ഒരു സെഞ്ചുറി അല്ലേ, സെഞ്ചുറീസ് 400 കൊണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1900 is not divisible by 400, therefore it is a non leap year അല്ലേ, അതൊരു നോൺ ലീപ്പ് ഇയർ ആണ്. ഇനി അടുത്ത വർഷം വരുന്ന ഏത്, 4 വർഷം കഴിഞ്ഞ് വരുന്ന 1904. ശരിയാണ്, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് രണ്ടും 04ലാണ്. 04 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 1904 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, therefore അത് എന്ത് വർഷമാണ്, ലീപ്പ് ഇയർ. നോക്കേ ആ ഗ്യാപ്പ് ഒന്ന് നോക്കേ, 1896 കഴിഞ്ഞ് പിന്നെ അടുത്ത ലീപ്പ് ഇയർ വന്നിരിക്കുന്ന 1904. അതായത് 1896 കഴിഞ്ഞിട്ട് അടുത്ത ലീപ്പ് ഇയർ ഏതാ, 1904. ദാറ്റ് മീൻസ് എത്ര ഗ്യാപ്പ് ഉണ്ടായി, 8 years. So the maximum gap between two successive leap years is 8 years. Answer 8 ആണ്, 4 അല്ല. Okay. Next question. Today is Monday. After 61 days it will be. അതായത് ടുഡേ മൺഡേ ആണെങ്കിൽ 61 ദിവസത്തിന് ശേഷം ഏത് ദിവസം എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നോക്കുക എൻ്റെ ഫോർമാറ്റ്. ആഫ്റ്റർ 61 ഡേയ്സ് ആണ്. ആ പറഞ്ഞിരിക്കുന്ന ഡേയ്സിൻ്റെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. ആ 61നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പറഞ്ഞോളൂ. 7 61ലായിട്ട് 8 56 അല്ലേ. 56 ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ എന്താണ് വരുന്നത്, ദെൻ 5. ആ കിട്ടിയ 5നെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓഡ് ഡേയ്സ്. അപ്പം നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എത്ര, 5. ഈ 5 മാത്രം മതി നമുക്ക് എന്ത് ആൻസർ പറയാൻ, ഇതിൻ്റെ ഉത്തരം പറയാൻ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഓഡ് ഡേയ്സ്. എങ്ങനെ ഓഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ. സോ ദ റിമൈൻഡർ ഈസ് 5. ഹെൻസ് ദ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഈസ് 5. ദെൻ നമ്മൾ തന്നിരിക്കുന്ന ദിവസമായ മൺഡേയുടെ കൂടെ നമുക്ക് കിട്ടിയ ഓഡ് ഡേ ആഡ് ചെയ്യുക. മൺഡേയുടെ കൂടെ ഓഡ് ഡേ ആഡ് ചെയ്യുക. ഒന്ന് പറഞ്ഞു നോക്കേ. മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ആൻസർ സാറ്റർഡേ. സോ നമ്മുടെ ഉത്തരം സാറ്റർഡേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, സാറ്റർഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഡേറ്റ് January 1, 2006 സൺഡേ ആണ്. വി ഹാവ് ടു ഫൈൻഡ് January 1, 2010. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് January 1, 2010 ഏത് ദിവസം. ഓക്കെ, ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ 2 വർഷങ്ങളുടെയും കൂടെ ഡിഫറൻസ് എടുക്കുക. 2010ഉം 2006ഉം ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, 4. ഓക്കെ, ദെൻ നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ലീപ്പ് ഇയേഴ്സ് ഉണ്ടോ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിനകത്ത് ഈ പീരീഡ് ഓഫ് ടൈമിൽ ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. നമുക്കറിയാം 2006നും 2010നും ഇടയ്ക്ക് ഒരു ലീപ്പ് ഇയർ ഉണ്ടാരാ, 2008. ഓക്കെ, ദെൻ അത് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ ഫെബ്രുവരി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ. ഈ ഫെബ്രുവരി, ആ ലീപ്പ് ഇയറിൻ്റെ ഫെബ്രുവരി 29 അല്ലേ, ആ 29 ഈ പറഞ്ഞ പീരീഡ് ഓഫ് ടൈമിനകത്ത് ക്രോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനും കൂടെ കടന്നാണോ നമ്മൾ ഈ ടൈം വരുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ നോക്ക്, എന്തായാലും നമുക്കറിയാം ഇതിന് ഇടയ്ക്കുള്ള ഒരു വർഷമാണ് 2000. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫെബ്രുവരി 29 ക്രോസ് ചെയ്താണ് നമ്മൾ 2010ലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലീപ്പ് ഇയറും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2010, 2006 ഡിഫറൻസ് 4 + 1, ആൻസർ 5. ഈ 5 ജസ്റ്റ് ഈ സൺഡേയുടെ കൂടെ കൗണ്ട് ചെയ്യുക. നമുക്കിപ്പോൾ ആൻസറിന് വേണ്ടിയിട്ട് സൺഡേ +5. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കേ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ആൻസർ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പം ഇതിനകത്തുള്ള എളുപ്പവഴി വേറെ എന്താ, 5 ആഡ് ചെയ്യുന്നതിന് പറഞ്ഞാൽ നമുക്ക് 7 ഡേയ്സ് അല്ലേ 1 വീക്ക്. വേണമെങ്കിൽ ഒരു 2 എന്ത് ചെയ്താൽ മതി, ബാക്കിലോട്ട് അല്ലേ, ബാക്കിലോട്ട് കൗണ്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ സൺഡേ അല്ലേ, സൺഡേന്ന് ബാക്കിലോട്ട് ആകുമ്പോൾ സാറ്റർഡേ, ഫ്രൈഡേ, അങ്ങനെ നമുക്ക് ആൻസറിലെത്താം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യണം, ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അത് തമ്മിൽ വർഷങ്ങളുടെ ഡിഫറൻസ്. ഓക്കെ,
ദെൻ പിന്നെ എന്താണ് ഇവിടെ 1 വരാനുള്ള കാരണം അതിനകത്ത് ലീപ്പ് ഇയർ വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നുണ്ടെങ്കിൽ മാത്രം അല്ല, ആ ലീപ്പ് ഇയർ അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ടോ, അതിൻ്റെ ഫെബ്രുവരി അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ടോ, അതിനെ ക്രോസ് ചെയ്യുന്നുണ്ടോ. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കുള്ള വർഷമായതുകൊണ്ട് ക്രോസ് ചെയ്യും, അത് ഡൗട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ 1 കൂടെ ഇതിലൂടെ ആഡ് ചെയ്യണം. സോ ദ നമ്പർ ഈസ് 5. ദാറ്റ് മീൻസ് 5 ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മുന്നോട്ടുള്ള ഡേറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. തിരിച്ച് ഇത് 2010 തന്നിട്ട് 2006 ചോദിക്കുന്നെങ്കിലോ ഈ 5 എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, ബാക്കിലോട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എക്സ് വീക്സ് ആൻഡ് എക്സ് ഡേയ്സ്. അതായത് നമ്പർ ഓഫ് വീക്സ് എക്സ് ആണ്. അപ്പം നമുക്കറിയാം ഒരു വീക്കിൽ 7 ഡേയ്സ് ആയതുകൊണ്ട് ടോട്ടൽ 7x. അപ്പോൾ 7 ആഴ്ചയിലും കൂടി അല്ല, എക്സ് ആഴ്ചയിലും കൂടി എത്ര ദിവസം, 7x ഡേയ്സ് ഉണ്ട്, പ്ലസ് എത്ര ദിവസം, എക്സ്. അപ്പോൾ 7x പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 8x. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. അപ്പോൾ നമ്പർ ഓഫ് വീക്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കാണാൻ വീക്സിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 7 × x 7x പ്ലസ് എത്ര ഡേയ്സും കൂടെ, എക്സ് ഡേയ്സ്. 7x പ്ലസ് എക്സ് ഈക്വൽ ടു 8x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വർഷത്തിൽ സെയിം കലണ്ടർ വരുന്ന 2 മാസങ്ങൾ. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കലണ്ടർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. ചില മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവയുടെ സ്ട്രക്ചർ സെയിം ഫോർമാറ്റിലായിരിക്കും. അതായത് ഇപ്പോൾ 1-ാം തീയതി മൺഡേ ആണെങ്കിൽ അടുത്ത ഈ പറയുന്ന പെയർ മന്തിൻ്റെ 1-ാം തീയതി ഒന്നായിരിക്കും, മൺഡേ ആയിരിക്കും. അതായത് ഒരേ സ്ട്രക്ചർ. ഫോർ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 മാർച്ച് നവംബർ, ഓക്കെ. 2 ഏപ്രിൽ ജൂലൈ, ദെൻ സെപ്റ്റംബർ ഡിസംബർ. ഈ മാസങ്ങളുടെ പ്രത്യേകത ഇവരുടെ കലണ്ടർ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ഒരു കലണ്ടർ എടുത്തിട്ട്, നമ്മുടെ വീട്ടിലെ കലണ്ടർ എടുത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാർച്ച് നവംബർ അവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്, മാർച്ച് 31 നവംബർ 30 ഉള്ളൂ, പക്ഷേ അവരുടെ ഡേറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ സെയിം ആയിരിക്കും. അതായത് മാർച്ച് 5 ബുധനാണെങ്കിൽ നവംബർ 5 ബുധനായിരിക്കും. ഓക്കെ, അതേപോലെ ഏപ്രിലിൻ്റെ അതേ സ്ട്രക്ചർ ആയിരിക്കും ജൂലൈക്ക്, പക്ഷേ ദിവസത്തിൽ വ്യത്യാസമുണ്ട്, 13, 31. സെപ്റ്റംബർ ഡിസംബറിലും അതേപോലെ തന്നെ ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ കലണ്ടർ സെയിം ആണ്. സോ ഒരു വർഷത്തെ സെയിം കലണ്ടറുള്ള പെയർ ഓഫ് മന്ത്സ് ആണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. മാർച്ച് നവംബർ, ഏപ്രിൽ ജൂലൈ, സെപ്റ്റംബർ ഡിസംബർ. ഇതിൽ നമ്മുടെ ഓപ്ഷണൽ ആൻസർ ഉള്ളത് ഏതാ, ഏപ്രിൽ ജൂലൈ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. ചിലപ്പോൾ ബാക്കി ഇത് രണ്ടും ചോദിക്കാം. എന്നാൽ ഇതിൽ നിന്ന് റെയർ ആയിട്ടൊരു കേസ് ഉണ്ട്, ഫെബ്രുവരിയും മാർച്ചും. ഇതും സെയിം കലണ്ടറാണ്, പക്ഷേ ഏത് വർഷത്തിൽ മാത്രമേ ഉള്ളൂ, നോർമൽ ഇയർ. അതായത് ലീപ്പ് ഇയർ അല്ലാത്ത വർഷങ്ങളിൽ മാത്രമേ ഇത് സെയിം കലണ്ടർ ആവൂ. പക്ഷേ ഈ പറഞ്ഞ 3 ജോഡികൾ എല്ലാ വർഷങ്ങളിലും ഉണ്ട്. അതായത് നമ്മുടെ ലീപ്പ് ഇയറിലും ഉണ്ട്, നോൺ ലീപ്പ് ഇയറിലും ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നുള്ള നമുക്കുള്ള മറ്റ് നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യാം. അതായത് മാർച്ചിലെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നവംബറിലെ ഡേറ്റിലെത്താൻ കഴിയും, ഏപ്രിലിലെ ഡേറ്റ് ഉണ്ടെങ്കിൽ ജൂലൈയിലെ ഡേറ്റിലെത്താൻ കഴിയും, സെപ്റ്റംബറിലെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡിസംബറിലെ ഡേറ്റിലെത്താൻ കഴിയും. അപ്പോൾ സെയിം കലണ്ടർ മാസങ്ങളാണ്. ഇത് സെപ്പറേറ്റ് എഴുതിയാണ്. എന്താണത്, നോർമൽ ഇയറിൽ മാത്രം സെയിം കലണ്ടർ വരുന്ന മാസങ്ങളാണ് ഫെബ്രുവരി, മാർച്ച്. ബാക്കിയുള്ള ലീപ്പ് ഇയറിൽ അത് വരത്തില്ല, കാരണം ലീപ്പ് ഇയറിൽ 29 അല്ലേ. എന്നാൽ ലീപ്പ് ഇയറിലും നോൺ ലീപ്പ് ഇയറിലും എല്ലാം ഒരേപോലുള്ള മാസങ്ങളാണ് ഈ എഴുതിയിട്ടിരിക്കുന്ന 3 മാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കലണ്ടർ ഓഫ് ദ ഇയർ 1897 ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഇൻ ദ ഇയർ. അതായത് നമ്മളിപ്പോൾ മാസങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ സെയിം കലണ്ടർ വരുന്ന വർഷങ്ങളുണ്ട്. അതായത് ആ വർഷം എഴുതിയിരിക്കുന്നത് മാത്രം മാറ്റിയാൽ നമുക്ക് ആ കലണ്ടർ വേറൊരു വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1897 കലണ്ടർ തുടർന്ന് വരുന്ന ഏത് വർഷം നമുക്ക് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ, 1897 എന്നുള്ള വെട്ടിയിട്ട് വേറെ ഏതോ ഒരു വർഷത്തിൻ്റെ ഒരു പേര് അത് വർഷത്തിൻ്റെ എഴുതി കൊടുത്താൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത് രണ്ടും സെയിം ആണ്. ഈ 1897 അതേ സ്ട്രക്ചറുള്ള വേറൊരു വർഷമുണ്ട്. അത് കാണാനേ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട്, നമുക്കറിയാം ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡേഴ്സ് എന്തൊക്കെ വരാം, 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, അല്ലേ. 4 ഒരിക്കലും റിമൈൻഡർ വരത്തില്ലല്ലോ. അപ്പോൾ
4 കൊണ്ട് തന്നിരിക്കുന്ന വർഷത്തെ ഡിവൈഡ്. അപ്പോൾ ഒരു വർഷത്തെ 4 കൊണ്ട് ചെയ്യാൻ ഒരിക്കലും ആ വർഷം ത്രൂ ഔട്ട് എടുക്കണ്ട. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിസിബിലിറ്റി ഓഫ് 4ൽ എന്താ, ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എടുക്കുക. അപ്പോൾ ഇവിടെ 97നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക. ദെൻ റിമൈൻഡർ 0 ആണെങ്കിൽ, ഞാൻ ഈ ക്വസ്റ്റിന് വേണ്ടി മാത്രമല്ല ഇതിൻ്റെ ഇതേ ടൈപ്പിന് ബാക്കിയുള്ളതിനും കൂടെ ജനറൽ ആയിട്ടുള്ള പറയുകയാണെ, 0 ആണെങ്കിൽ റിമൈൻഡർ 0 വരാം, റിമൈൻഡർ 1 വരാം, റിമൈൻഡർ 2 വരാം, റിമൈൻഡർ 3 വരാം. ഓക്കെ, 0 ആണെങ്കിൽ +28, ദെൻ 1 ആണെങ്കിൽ +6. ഓക്കെ, ദെൻ 2 ആണെങ്കിൽ 2ഉം 3ഉം രണ്ടിനും ഒരുമിച്ച് +11. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വർഷത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? തരുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു നമ്പറിനെ 4 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, 1, 2, 3. 0 വന്നാൽ +28, 1 വന്നാൽ +6, 2ഉം 3ഉം വന്നാൽ, അതായത് റിമൈൻഡർ 2 വന്നാലും 3 വന്നാലും +11. ഓക്കെ, ദെൻ 1897 നോക്കേ. 1897നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 96, 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ റിമൈൻഡർ 1 വരും. റിമൈൻഡർ 1 ആണെങ്കിൽ നോക്കേ, നമ്മൾ 1 വന്നാൽ എന്ത് ആഡ് ചെയ്യണം? 6. 1897ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ 1903. Therefore, our answer is option C, 1903, 1903. അപ്പോൾ ഇത് വേണം നോട്ടായിട്ട് വയ്ക്കാൻ. സെയിം കലണ്ടർ കണ്ടുപിടിക്കാൻ തരുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ +28, കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ +8, 2 or 3 ആണെങ്കിൽ +11. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഒരു ഡേറ്റ് തന്നിട്ട് അത് ഏത് ദിവസമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിലേക്ക് പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വരച്ചിട്ടിരുന്ന ചാർട്ട്. അതായത് 100 ഇയേഴ്സിനകത്ത് 5 ഓഡ് ഡേയ്സ്, 200 ഇയേഴ്സിൽ 3 ഓഡ് ഡേയ്സ്, 300 ഇയേഴ്സിൽ 1 ഓഡ് ഡേ, 400 ഇയേഴ്സ് ആണെങ്കിൽ 0 ഓഡ് ഡേ. ഓക്കെ, ദെൻ ചാർട്ട് നോക്കി. ഈ ചാർട്ട് അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ആൻസർ പറയുന്നത്. നമ്മുടെ ആൻസർ ഇപ്പോൾ 1 ആണ് കിട്ടുന്നതെങ്കിൽ മൺഡേ എന്ന് പറയും, 3 ആണ് ആൻസർ എങ്കിൽ വെനസ്ഡേ, അല്ലെങ്കിൽ 2 എങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ ആൻസർ നമ്മൾ കണ്ടെത്തും. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം തന്നിരിക്കുന്ന വർഷം. തന്നിരിക്കുന്ന വർഷത്തിലെ ഒരിക്കലും നമ്മൾ നടപ്പ് വർഷത്തെ കണക്ക് കൂട്ടണ്ട, നമ്മൾ 1946 എടുത്താൽ മതി. കാരണം 1947 എന്ന് പറയുന്നത് അതിലെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം 1947 കംപ്ലീറ്റ് ആയിട്ടില്ല. സോ 1946 എടുക്കുക. ദെൻ ആ 1946നെ അതിന് ഏറ്റവും അടുത്ത് വരുന്ന 400ൻ്റെ മൾട്ടിപ്പിൾ. നമുക്കറിയാം 1946ൽ വരുമ്പോൾ 1600 ആണ് ആരുടെ മൾട്ടിപ്പിൾ? 400ൻ്റെ മൾട്ടിപ്പിൾ. പ്ലസ് ബാലൻസ് വരുന്നത് 300 + 46. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കേ. 1946 എടുത്തത് എന്തുകൊണ്ടാണ്? 1947 നടപ്പ് വർഷമാണ്, അതിലെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 1946 എടുത്താൽ മതി. ഇപ്പം 1990 എന്താണ്, 2002 ആണ് നമ്മുടെ വർഷമെങ്കിൽ നമുക്ക് 2001 എടുത്താൽ മതി, 2 എടുക്കണ്ട. അപ്പോൾ അതേപോലെ അതിൽ നിന്ന് എടുക്കാവുന്ന ഏറ്റവും വലിയ 400ൻ്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ നമുക്ക് 400ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് അറിയാമല്ലോ, 400, 800, 1200, 1600, 2000, 2400. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 400 മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 1600 + 300 + 46. ഓക്കെ, ദെൻ 1600ലെ ഓഡ് ഡേയ്സ്, 400ലെ ഓഡ് ഡേയ്സ് 0 ആയതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്പിളിനകത്ത് ഓഡ് ഡേയ്സ് എത്ര ആയിരിക്കും? 0 + 300 ഓഡ് ഡേയ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എത്ര? 1. ഇനി 46 ശ്രദ്ധിക്കുക, 46 ഡേയ്സ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, 46 ഡേയ്സിൻ്റെ ഓഡ് ഡേയ്സ് കാണാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ. പക്ഷേ ഇത് 46 ഇയേഴ്സാണ്. അപ്പോൾ 46 ഇയേഴ്സിനകത്ത് എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, എത്ര നോർമൽ ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കേ, 4 1s are 4, 6 1s are എത്ര? 4, റിമൈൻഡർ 2. അതായത് 11 ആണ് നമ്മുടെ ലീപ്പ് ഇയർ. ഓക്കെ, അപ്പോൾ 46 ഇയേഴ്സിനകത്ത് 11 ലീപ്പ് ഇയറും ബാക്കി 46ൽ പോയിട്ട് 11 പോയിട്ട് ബാക്കി വരുന്ന എത്ര? 35. അത് നോൺ ലീപ്പ് ഇയർ. ഓക്കെ, നമുക്കറിയാം നമ്മൾ കലണ്ടറിൻ്റെ നിങ്ങൾ നോക്കുക, വീഡിയോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. നമ്മുടെ ആദ്യമേ വർഷങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേയ്സ്? 2 ഓഡ് ഡേയ്സും നോൺ ലീപ്പ് ഇയറിൽ 1. അങ്ങനെയാണെങ്കിൽ 11 ലീപ്പ് ഇയറിൽ 22 ഓഡ് ഡേയ്സ്, 35 നോൺ ലീപ്പ് ഇയർ 35 ഓഡ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ
ആഡ് ചെയ്തിട്ട് ലീപ്പ് ഇയർ നോൺ ഓഡ് ഡേയ്സ് കാണുന്നതിനേക്കാൾ ഇതിൽ നിന്ന് ഓഡ് ഡേയ്സ് എടുത്തേ. 22 ഓഡ് ഡേയ്സിൽ 7 മൾട്ടിപ്ലൈ 21 കഴിഞ്ഞാൽ ബാലൻസ് 1. 35 7 മൾട്ടിപ്ലൈ ആൻഡ് ഓഡ് ഡേയ്സ് 0. Therefore the number of odd days in 46 years is 1. കണ്ടോ? വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് എടുക്കാം. 35ഉം 22ഉം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര? 57. 57 നമുക്കറിയാം. 57 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 7 മൾട്ടിപ്ലൈ 56 കഴിഞ്ഞിട്ട് 1 തന്നെ കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് 46 ഇയേഴ്സിന് പകരം ഓഡ് ഡേയ്സ് എത്ര എഴുതാം? 1. ക്ലിയർ ആണോ? അപ്പോൾ 0 + 1 + 1 ആൻസർ 2. ഈ 2 ആണ് ആർക്ക് പകരം? വർഷത്തിന് പകരം. ഓക്കെ, 46 അല്ല, 7 അല്ല, 46 അടുത്ത് നമുക്ക് കിട്ടി. ഇനി അടുത്ത ഓഗസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഓഗസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം ഏതൊക്കെ മാസങ്ങൾ അതിനകത്തുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് നടപ്പ് മാസം എടുക്കണ്ട, ബാക്കിയുള്ള മാസങ്ങളിൽ പറഞ്ഞ ജനുവരിയില്ല, നമുക്കറിയാം ഓഡ് ഡേയ്സ് ആണ് കൗണ്ട് ചെയ്യേണ്ടത്. ജനുവരി ഞാൻ ആദ്യമേ മാസങ്ങൾ സ്ട്രക്ചർ ചെയ്തപ്പോൾ ജനുവരി എത്ര? 3. ഫെബ്രുവരി, വർഷം ഒരു ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് ഫെബ്രുവരി 0, 3, പിന്നെ 2, പിന്നെ വീണ്ടും 3, 2, 3. ദെൻ ഇതിൻ്റെ ഓഡ് ഡേയ്സ് നോക്കാം. ഇതിൽ ഓഡ് ഡേയ്സ് ആഡ് ചെയ്യുമ്പോൾ 3 + 3 6 + 2 8 11 13 16. 16 ഓഡ് ഡേയ്സ് എത്ര? 2 വരും. അപ്പോൾ മാസത്തിന് പകരം നമ്മൾ എഴുതേണ്ടത് 2. ദെൻ അടുത്ത ഡേറ്റ് അതുപോലെ അങ്ങ് എടുക്കുക. 15 അല്ലേ ഡേറ്റ്? ആ ഡേറ്റിലെ ഓഡ് ഡേയ്സ് എത്ര? 15 ഓഡ് ഡേയ്സ് 14 പോയിട്ട് 1. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൻസറിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളിതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 2 + 2 4, 4 + 1 5. 5 നോക്കിയ ചാർട്ടിൽ ഏത് ദിവസമോ? ഫ്രൈഡേ. Therefore our answer is Friday. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ എന്ന എൻ്റെ ദിവസം കിട്ടിയ ദിവസം ഏതാ? ഫ്രൈഡേ ആണ്. 1947 ഓഗസ്റ്റ് 15.